നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ സെല്ലിങ് നടത്തുന്നവരാണ്. അഥവാ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ വിൽക്കുക മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ആഡ് ഇട്ടിട്ട് അവരെ പോസ്റ്റുകൾ ഇട്ടിട്ട് ഒരുപാട് ആർട്ട് അതുപോലെ പല ഐറ്റംസ് പ്രൊഡക്റ്റുകളും ഇൻസ്റ്റാഗ്രാം വഴി സോഷ്യൽ മീഡിയ വഴികളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെടുത്ത് ഒരുപാട് പേര് എടുത്ത് വരുന്ന എൻക്വയറികളാണ് ഞങ്ങൾ എന്തെങ്കിലും ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ GST രജിസ്ട്രേഷൻ ഒന്നും ഇവർക്ക് മാൻഡേറ്ററി ആയിട്ട് വരുന്നില്ല. എന്തുവരെ നമ്മളെ ഗുഡ്സ് വാല്യൂ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഒരു വർഷത്തിൽ വരികയാണെങ്കിൽ മാത്രമേ GST എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമുക്ക് ബേസിക് ആയിട്ട് എടുത്തു വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ് ഉദ്യം രജിസ്ട്രേഷൻ അഥവാ MSME രജിസ്ട്രേഷനും അതുപോലെ ക്യാഷ് രജിസ്ട്രേഷനും എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഇത് എടുത്തു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബെനിഫിറ്റ്, ഇത് വെച്ചിട്ട് കമ്പനിയുടെ പേരിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന എമൗണ്ടുകൾ എന്തായിരിക്കും? നിങ്ങളുടെ ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട്, ഇങ്ങനെ ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമാണ്, ഓൺലൈൻ ആണെങ്കിൽ കൂടി രജിസ്റ്റേർഡായി. ക്യാഷ് ഷിഫ്റ്റ് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് നമ്മൾ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ബിസിനസ് റൺ ചെയ്യോ ഇല്ല നോക്കിയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഓഫ്ലൈൻ ആവുന്നത്. അപ്പോൾ അതിന് മുമ്പ് എടുക്കാനുള്ളൊരു സൗകര്യമാണ് കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന് 2020 കൊണ്ടുവന്ന റൂളാണ് ക്യാഷ് ഷിഫ്റ്റ് ആണ് രജിസ്ട്രേഷൻ. അതുപോലെ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. ഈ രണ്ട് രജിസ്ട്രേഷനുകൾ എടുത്തു വെക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം മ്യൂൾ അക്കൗണ്ടുകൾ അതുപോലെ ഒരുപാട് ഫേക്ക് എമൗണ്ടുകൾ നമ്മളെ അക്കൗണ്ടിൽ കയറും. ലീൻ ആവുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പം നമ്മളൊന്നും ചെയ്യില്ല, ഞാൻ ഓൺലൈനിലൊരു സെല്ലറാണ്, ഞാൻ ഓൺലൈനിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ആ സാധനത്തിന് അഗേൻസ്റ്റ് ആയിട്ട് എനിക്കൊരു വ്യക്തി എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 500 രൂപ ഇട്ടുന്നു, എൻ്റെ പ്രോഡക്റ്റിന് 500 രൂപ ഇട്ടുന്നു. അവർ P2B അതുപോലെ ഈ ഓൺലൈനിൽ പല തട്ടിപ്പുകളിൽ വന്ന എമൗണ്ട് അവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അവൻ എന്നിട്ട് ആ എമൗണ്ട് എനിക്ക് ഷെയർ ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എന്തായിരിക്കും? ആ എമൗണ്ട് ലീനായിട്ട് കിടക്കും. എൻ്റെ അക്കൗണ്ടും എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബാങ്കിൽ പോയിട്ട് പറയാണ്, ഇത് ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന എമൗണ്ടുകളാണെന്ന് പറയുമ്പോൾ നമ്മളെടുത്ത് ഒരു സർട്ടിഫിക്കറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോയാൽ ഒരുപാട് ടൈം എടുക്കും. അതേ സ്ഥാനത്ത് ഒരു മെർച്ചൻറ്റ് ക്യു ആർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമ്മൾ പ്രൊപ്പറേഷൻഷിപ്പിൽ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ, കമ്പനി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന് പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ നമുക്ക് മെർച്ചൻറ്റ് QR കിട്ടും. അഥവാ ആ വ്യക്തിയുടെ പേരിലല്ല, ആ വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, MSME ക്യാഷ് ഷിഫ്റ്റും അത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി തരുള്ളൂ. വരെ ആ അക്കൗണ്ടിലേക്കാണ് എമൗണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ആർഗ്യൂ ചെയ്യുക, ഇതിങ്ങനെ ഞാൻ സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരിലാണ് എനിക്ക് ഈ എമൗണ്ട് വന്നിട്ടുള്ളത്, ഈ വ്യക്തിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല, ഞാനൊരു പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്, അതിൻ്റെ ഇൻവോയ്സുമാണ് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ഇൻവോയ്സും വെച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ എമൗണ്ട് അല്ലെങ്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടെങ്കിൽ അൺഫ്രീസ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക? വോയിസ് ഇല്ല, ലീഗലി നോക്കുന്ന സമയത്ത് എന്ത് രജിസ്ട്രേഷനൊക്കെ ഇല്ലേ നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ എമൗണ്ട് വന്നതെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരു ജസ്റ്റ് അവയർനെസ് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ക്യാഷ് ഷിഫ്റ്റ് MSME.